ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കുന്നവൻ സ്വന്തം ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്തവനായിരിക്കും. അതേപോലെ നമ്മൾ സമയത്തിന് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സമയത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. സൈക്കോളജിയിൽ ഈ പരിപാടിക്ക് ഫിനോമിനയ്ക്ക് ഒരു പേരുണ്ട്, സോളമൻസ് പാരഡോക്സ്. സോളമൻ ലോകത്തിലെ ഏറ്റവും വൈസസ്റ്റ് കിങ് ആയിരുന്നു. സോളമൻ്റെ അഡ്വൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ദേശത്തുനിന്നും പുള്ളിയെ ആൾക്കാർ കാണാൻ വരുമായിരുന്നു. പക്ഷേ സോളമൻ്റെ പേഴ്സണൽ ലൈഫിലെ ഡിസിഷൻസ് എല്ലാം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് നല്ലൊരു അഡ്വൈസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ അഡ്വൈസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ത് പാടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന് കാരണം നമ്മുടെ പ്രോബ്ലം നമ്മൾ പ്രോബ്ലമായിട്ടല്ല കാണുന്നത്, ഒരു ത്രെറ്റ് ടു ഐഡൻറ്റിറ്റി എന്നുള്ളൊരു സെൻസിലാണ് കാണുന്നത്. വേറെ ആൾക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നോക്കി കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അനാലിസിസ് മോഡാണ് ഓണാവുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കി കാണുമ്പോഴോ ഒരു സെൽഫ് ഡിഫെൻസ്, സെൽഫ് പ്രൊട്ടക്ഷൻ മോഡൊക്കെയാണ് ഓണാവുക. ഐ മൈറ്റ് ബി റോങ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് റൈറ്റാണ്, അത് എടുക്കാനുണ്ടായ സാഹചര്യം, ഇതൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു 100 ആർഗ്യുമെൻറ്റ്സ് കാണും. ഇതൊന്നും ഷാട്ടർ ചെയ്യാതെ ഇത്രയും വലിയ ഈഗോയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കാൻ പറ്റുക?